ഇസ്രായേലുമായുള്ള ദീർഘകാല യുദ്ധത്തിനൊടുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും തകർച്ചയിലേക്കും ഹമാസ്. തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏകോപനം നഷ്ടപ്പെട്ടതായും മുൻകാലങ്ങളിൽ ജനങ്ങളെ അണിനിരത്തിയിരുന്ന പ്രഗത്ഭരായ നേതാക്കളുടെ അഭാവം ഹമാസിനെ തളർത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ കമാൻഡ് ഘടനയെ ഇസ്രായേൽ സൈന്യം ആസൂത്രിതമായി തകർത്തു. പ്രധാന ഫീൽഡ് കമാൻഡർമാരും സംഘടനയുടെ നേതാക്കളും വധിക്കപ്പെട്ടത് ഹമാസിന് തിരിച്ചടിയായി. തീരുമാനങ്ങൾ എടുക്കുന്നതിപ്പോൾ വളരെ ചെറിയ സുരക്ഷാ വൃത്തങ്ങൾ മാത്രമാണ്. നിലവിൽ ഹമാസിന്റെ ലക്ഷ്യം പുതിയ നീക്കങ്ങൾ നടത്തുക എന്നതല്ല, മറിച്ച് അവശേഷിക്കുന്ന അംഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നത് മാത്രമാണ്. തീവ്രവാദ സംഘടനയുടെ ഉള്ളിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളുമാണ് അവശേഷിക്കുന്നത്. ഗാസയുടെ ഭരണവും നിയന്ത്രണവും നഷ്ടമായതോടുകൂടി ഹമാസിന് ഇനി അധിക നാളുകളില്ല. ഗാസയിൽ പഴയതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും ഹമാസിന് സാധിക്കുന്നില്ല. ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിലും അത് ഭരണപരമായ സ്വാധീനമാക്കി മാറ്റുവാൻ അവർക്ക് കഴിയുന്നില്ല. നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ നിലനിൽപ്പിനായുള്ള വെറും ശ്രമങ്ങൾ മാത്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇസ്രായേലിന്റെ മേധാവിത്വമാണ് ഹമാസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഭയവും. ഹമാസിന്റെ ആഭ്യന്തര വിവരങ്ങളും തീരുമാനങ്ങളും ചോർത്തുന്നതിൽ ഇസ്രായേൽ ഇന്റലിജൻസ് അഭൂതപൂർവമായ വിജയമാണ് കൈവരിച്ചത്. ഇത് ഹമാസിന്റെ ആത്മവിശ്വാസത്തെയും പോരാട്ട വീര്യത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഉപരോധത്തിലും നിരന്തരമായ സൈനിക നീക്കങ്ങളിലും പെട്ട് ഹമാസ് ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ നിന്ന് വെറും പ്രതിരോധത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു.